ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. വെറുതെ വീട്ടിൽ ബോറടിച്ചിരുന്നപ്പോഴാണ് മാർക്കറ്റിൽ പോകേണ്ട കാര്യം ഓർത്തത്. എപ്പോഴും ഞങ്ങൾ എല്ലാ വീക്കിലും പോകാറുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ നിങ്ങൾക്ക് ഇന്നൊന്ന് കാണിച്ചു തരാം ഇവിടുത്തെ മാർക്കറ്റ് എങ്ങനെയാണ്. ഫ്രഷ് വെജിറ്റബിൾ മാർക്കറ്റാണ് കേട്ടോ ഗായ്സ്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്താ ഈ ഫ്രഷ് മാർക്കറ്റിലൊക്കെ ഇപ്പോൾ എന്താ കാണിക്കുള്ളൂ, കുറേ വെജിറ്റബിൾസും ഉണ്ടാവും, ഫ്രൂട്ട്സും ഉണ്ടാവും, ഇതൊക്കെയാണ് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ മാർക്കറ്റ് കേട്ടോ. പക്ഷെ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇത് 100 വർഷം മുമ്പ്, 100 വർഷമല്ല അതിൻ്റെയും പ്ലസ് 100+ ഇയേഴ്സായി ഇത് ഉണ്ടാക്കിയതാണ് കേട്ടോ ഗൈസ്. അതും ഒരു യൂറോപ്യൻ സ്റ്റൈലിൽ ബ്രിട്ടീഷ് ടൈമിൽ ഉണ്ടാക്കിയ മാർക്കറ്റാണ്. അതാണ് ഇതിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി. 18th സെഞ്ച്വറിയിൽ ഉണ്ടാക്കിയ മാർക്കറ്റാണ്. അപ്പോൾ ഇതാണ് മാർക്കറ്റിൻ്റെ ഉള്ളിലിങ്ങനെയാണ്. ഉള്ളിലും കുറേ പേര് വിൽക്കാനൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ കുറേ പേരൊക്കെ പുറത്ത് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് കേട്ടോ ഗൈസ് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ഹോൾസെയിലായിട്ട് കൊണ്ടുപോയിട്ട് റീറ്റെയിലായി വിൽക്കാറുണ്ട് കുറേ പേരൊക്കെ. പിന്നെ ഇതൊരു ശരിക്കൊരു സർക്കിളാണ് കേട്ടോ. ഞാൻ ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും ഷെയർ ചെയ്യാം. ഒരു ഫുൾ സർക്കിൾ മാർക്കറ്റാണ്. നമുക്ക് ഫുൾ സർക്കിളിൽ എടുക്കണമെങ്കിൽ മേലെ എവിടെയെങ്കിലും പോയി നിൽക്കണം. അത് പറ്റാത്ത കൊണ്ട് നമ്മൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനൊക്കെ എടുത്തു. ഇതാണ് കേട്ടോ ഗോഡൗണ്. ഇവിടെയാണ് ഇവർ സ്റ്റോറൊക്കെ ചെയ്ത് വിൽക്കുക. കുറേ പേരൊക്കെ അവൻ്റെ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ സ്റ്റോർ ചെയ്ത് വിൽക്കുക. പിന്നെ നമുക്ക് കുറേ വെറൈറ്റീസ് ഓഫ് വെജിറ്റബിൾസ് നമ്മുടെ നാട്ടിൽ കാണാത്ത കുറേ വെറൈറ്റീസ്. പിന്നെ ഗ്രീൻ പീസൊക്കെ നമുക്ക് ഇങ്ങനെ പീൽ ചെയ്തവർ തരും. അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ മാർക്കറ്റ് ഞങ്ങൾ എല്ലാ വീക്കിലും പോകും. പക്ഷേ എപ്പോഴും ഷൂട്ട് ചെയ്യാനൊന്നും ഞങ്ങൾ പറ്റിയിട്ടില്ല. തിരക്കൊക്കെ കാരണം പറ്റിയില്ല. പക്ഷേ ഇപ്പോൾ ഒരു കണ്ടന്റ് ഇല്ലാണ്ടിരിക്കണോണ്ട് നമ്മൾ അതൊരു കണ്ടന്റ് ആക്കി. നമ്മളൊരു കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണല്ലോ, അപ്പോൾ എന്തും കണ്ടന്റ് ആക്കുമല്ലോ ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. ഗുജറാത്തിലെ മാർക്കറ്റ്. ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ ഗൈസ്. ഇതിൻ്റെ പേരാണ് സുഭാഷ് മാർക്കറ്റ്. ഇവിടുത്തെ വൺ ഓഫ് ദ ഫേമസും വലിയൊരു മാർക്കറ്റാണ് കേട്ടോ ഗൈസ്. ജാംനഗറിൽ എല്ലാവർക്കും അറിയാം സുഭാഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അറിയാം. പിന്നെ അതുപോലെ തന്നെ കുറേ ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, നമുക്ക് നാട്ടിൽ കാണാൻ പറ്റാത്ത കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. പിന്നെ എൻ്റെ സൗണ്ട് കുറച്ച് ശരിയല്ല, അത് ജലദോഷമാണ് ഗൈസ്, അത് നിങ്ങൾ മൈൻഡ് ചെയ്യരുത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇനിയും കുറേ കാണാനുണ്ട് ഗൈസ്. ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഫിഷ് മാർക്കറ്റ്, മീറ്റ് മാർക്കറ്റ് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലും ചെറിയ പോർഷനൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. പിന്നെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ മാക്സിമം ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കാണില്ല, നമ്മുടെ നാട്ടിലൊന്നും ഇത് കാണാൻ കിട്ടില്ല. ഇത് വൈറ്റ് കളർ ഒനിയനാണ് കേട്ടോ. ഉള്ളി വൈറ്റ് കളറാണ്. ഇതൊന്നും നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. ഇനി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെ ഇത് ചക്ക, ഇത് പച്ചയാണ്, നമുക്ക് കറി വയ്ക്കാനൊക്കെ പറ്റും. പിന്നെ അതുപോലെ കുറേ വെജിറ്റബിൾസ് ഉണ്ട്. അപ്പം ഞങ്ങൾ അങ്ങനെ എല്ലാം കുറേയൊക്കെ ഷൂട്ട് ചെയ്ത് അങ്ങനെ പോവാണ്. നമ്മുടെ നാട്ടിൽ കിട്ടാത്ത സാധനങ്ങളുടെ പേര് പറയാം കേട്ടോ ഗൈസ്. ഇതാണ് ലോക്കി. നീളത്തിൽ കണ്ടല്ലോ, അതിൻ്റെ പേരാണ് ലോക്കി. അത് നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇതൊക്കെ കോമൺ ആയിട്ട് ബ്രിഞ്ചലും, പിന്നെ ഇതിൻ്റെ വലിയ സൈസുള്ള ബ്രിഞ്ചലൊക്കെ കാണാൻ കിട്ടുന്നുണ്ട്. ഇന്നെന്തോ കണ്ടില്ല. പിന്നെ ഇതാണ് ടേട്ടി പറഞ്ഞൊരു ഫ്രൂട്ടാണ്. മസ്ക് മിലൻ പോലെയല്ല, അതുപോലത്തെ ഒരു ടൈപ്പ്, ഒരു പപ്പായ പോലെയൊക്കെ. ഇതിൻ്റെ ഹോൾസെയിലായിട്ട് ഇറക്കുകയാണ് കേട്ടോ ഗൈസ് ഇവിടെ. അതാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഒരു പപ്പായ ടെക്സ്ചറുള്ളൊരു സാധനമാണ്. പിന്നെ ഇത് കോൺ, ഇത് പിന്നെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അതുപോലെ ഞാൻ പേരറിയാത്ത കുറേ പേർക്ക് അറിയില്ലല്ലോ, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ നോർമൽ ഫ്രൂട്ട്സാണ്. അപ്പോൾ ഇവിടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസിന് ഹോൾസെയിൽ മാർക്കറ്റും ആണ് കേട്ടോ ഗൈസ്. ഇത് അവിടെ നിന്ന് ഹോൾസെയിലായിട്ട് കൊണ്ടുപോയിട്ട് റീറ്റെയിലായി വിൽക്കാറുണ്ട്. പിന്നെ ഇവിടെ റീറ്റെയിലായിട്ട് വിൽക്കാറുണ്ട്. നമുക്ക് ബോക്സൊക്കെ ആയിട്ട് ഫ്രൂട്ട്സൊക്കെ ഇവിടെ തന്നെ ഫാർമേഴ്സ് ഹാർവെസ്റ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് കേട്ടോ ഗൈസ്. പുറത്തുനിന്ന് പച്ചക്കറി കൊണ്ടുവരില്ല, ഇവർ തന്നെ കൃഷി ചെയ്ത് ഇറക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇത്രയും ഫ്രഷായി നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇത് ഗ്രീൻ പീസ്, ഇതൊക്കെ അറിയാമായിരിക്കുമല്ലോ. ഇത് നമ്മുടെ നാട്ടിലും ഇങ്ങനെ കോമൺ ആയി കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ മോളുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചു. പിന്നെ ഞാൻ അവിടെ നിന്ന് തന്നെ കുറേയൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷെ അതെന്താ അറിയില്ല, സൗണ്ട് എന്താ ഇതായിട്ട് നേരെ വന്നില്ല. അതാണ് ഞാൻ പിന്നെ സൗണ്ട് കൊടുക്കുന്നേ. ഇനി ഇതാണ് കേട്ടോ, ഇതിന് ഇവിടെ പറയണ പേര് ബോറെന്നാണ് കേട്ടോ. മലയാളത്തിൽ നമ്മുടെ നാട്ടിലുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇവിടെ ബോറെന്നാണ് പറയുക. അപ്പോൾ ഇതിൻ്റെ ചെറിയ സൈസ് മുതൽ വലിയ സൈസ് വരെ ഉള്ളതുണ്ട് കേട്ടോ ഗൈസ്.
അപ്പോൾ ഇപ്പം ഞാൻ ചെറുത് കണ്ടതുകൊണ്ട് ഷൂട്ട് ചെയ്തേ. പിന്നെ ഇത് കിവി, നമുക്ക് എല്ലാ ഫ്രൂട്ടും മാക്സിമം കിട്ടും. അപ്പം ഞങ്ങൾക്ക് വേണ്ടതൊക്കെ പപ്പ വാങ്ങണ്ടായിരുന്നു. അതിനിടയിൽ കൂടെ ഞാൻ ഷൂട്ടും ചെയ്യണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ നമുക്ക് വെളുത്തുള്ളി, ഗാർലിക് ഇതൊക്കെ കിട്ടും. ഇത് നമുക്ക് പീൽ ചെയ്തിട്ടും കിട്ടും, ഇങ്ങനെ ലൂസായിട്ടും കിട്ടും, എല്ലാം കിട്ടുന്നുണ്ടോ ഗൈസ്. വിൻ്റർ സീസണിൽ നമുക്കിങ്ങനെ ലീഫി വെജിറ്റബിൾസ് കൂടുതൽ കിട്ടുന്നുണ്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് പാലക്ക് ഞാൻ കാണിച്ചു തന്നത്. അത് സ്പിനാച്ച് എന്ന് അറിയാമല്ലോ എല്ലാവർക്കും. പിന്നെ മേത്തിയാണ് ഇവിടുത്തെ മെയിൻ. അപ്പോൾ ഇത് ശരിക്കും ഉലുവയില്ലേ, നമ്മുടെ ഉലുവിൻ്റെ ഇലയാണ്. അത് നല്ല ഹെൽത്തി ഉണ്ട്. ഞങ്ങൾ എപ്പോഴും മിസ് ചെയ്യാണ്ട് വാങ്ങുന്ന ഒരു ഐറ്റമാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറേ ലീഫി അതിൻ്റെ ഫുള്ള് പാലക്ക്, മേത്തി, പിന്നെ സ്പ്രിങ് ഒനിയൻ, ഇതെല്ലാം പുതിന ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പം ഇതൊക്കെയാണ്. ഇത് ഫുള്ള് നമ്മുടെ മാർക്കിൽ നിറഞ്ഞ് കാണാൻ പറ്റും. അപ്പം ഞങ്ങൾക്ക് വേണ്ടതൊക്കെ ഞങ്ങൾ വാങ്ങിച്ച് പാക്ക് ചെയ്തിറങ്ങി. ഇത് ഇവിടെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് നടന്നത്. അവിടെ തിരക്ക് കാരണം നമുക്ക് പോകാൻ പറ്റില്ലായിരുന്നു വണ്ടിയും കൊണ്ട്. പിന്നെ അവിടെ ഞങ്ങൾ നേരെ ഇറങ്ങി ഫിഷ് മാർക്കറ്റ് എത്തി കേട്ടോ ഗൈസ്. അതിൻ്റെ അടുത്ത് തന്നെയാണ് ഫിഷ് മാർക്കറ്റ്. അപ്പോൾ അങ്ങനെ ഫിഷ് മാർക്കറ്റിലെത്തി. ഇവിടെ കുറേ വെറൈറ്റീസ് ഓഫ് ഫിഷ് കിട്ടും. പക്ഷെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഫിഷ് കിട്ടില്ല. കോമണായി നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മത്തി ടൈപ്പ് ഒന്നും കിട്ടില്ല. അത് എപ്പോഴെങ്കിലും കിട്ടുള്ളൂ. പക്ഷെ ഇങ്ങനെ ജിങ്ക എന്ന് പറയാം, ജിങ്ക, പ്രോൺസ് അങ്ങനത്തെ ഐറ്റംസൊക്കെ, പിന്നെ കുറേ വെറൈറ്റി ഓഫ് മീനുകൾ കിട്ടും. പിന്നെ ഇവിടെ ഈ മാർക്കറ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് റീറ്റെയിൽ മാർക്കറ്റാണ്. ഇതിൻ്റെ ഹോൾസെയിൽ ഒരു വലിയ മാർക്കറ്റ് ഉണ്ട് കേട്ടോ ഗൈസ്. അത് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. പക്ഷെ അവിടെ നിന്ന് ഇവർ വാങ്ങുന്നതാണ് കേട്ടോ. ഈ മീൻ റീറ്റെയിലിൽ കൊണ്ടുവന്ന് വിൽക്കുന്നതാണ്. പിന്നെ ഇവിടെ നമുക്ക് ഞണ്ട്, ഇതാണ് ക്രാബ്, അത് കാണാം. പിന്നെ കുറേ ചില മീനിൻ്റെ പേരൊന്നും എനിക്ക് അറിയത്തേ ഇല്ല. അങ്ങനത്തെ മീനൊക്കെ നമുക്ക് കാണാൻ കിട്ടി ഗൈസ്. പിന്നെ ഇവിടെ ഈ മാർക്കറ്റിൽ ഫുൾ ആൻറ്റിമാരാണ് കേട്ടോ, ഫുൾ ലേഡീസാണ്, ജെൻസൊന്നുമില്ല. പിന്നെ നമുക്ക് അവിടെ നിന്ന് തന്നെ ക്ലീനാക്കി തരും കേട്ടോ അവർ. അതിന് എക്സ്ട്രാ ചാർജൊന്നുമില്ല, ഫ്രീ ഓഫ് കോസ്റ്റാണ്, ക്ലീനാക്കി തരും. പിന്നെ ഇത് ഞാൻ ഒരു വലിയ മീൻ കണ്ടു, ഷാർക്കിനെ കണ്ടായിരുന്നു. പിന്നെ ഇത് അറിയാമല്ലോ നമുക്ക്, ചെമ്മീൻ, അങ്ങനത്തെ കുറേ വെറൈറ്റി ഓഫ് ഐറ്റംസ് കണ്ടു. പിന്നെ കുറേ ക്രാബ്, ഇതാണ് ക്രാബ്. ഇതിൻ്റെ ഒരു ബ്ലാക്ക് കളർ കാണാൻ കിട്ടുന്നുണ്ടോ ഗൈസ്. അതെന്തോ കണ്ടില്ല ഇപ്രാവശ്യം പോയപ്പോൾ, അത് കാണാൻ കിട്ടും. പിന്നെ അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ഗൈസ്. ഞങ്ങൾക്ക് വിചാരിച്ച മീൻ കിട്ടിയില്ല. അതാണ് ഞാൻ പപ്പൻ്റെ അടുത്ത് പറഞ്ഞ, പപ്പ അതാണ് കേട്ടോ പറയുന്നത്, നമ്മൾ വിചാരിച്ച മീൻ കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ കൂടുതൽ നോൺ വെജ് അത്ര കഴിക്കാത്ത ആൾക്കാരാണ്, ഇഷ്ടപ്പെട്ടത് കിട്ടിയാൽ മാത്രമേ കഴിക്കുകയുള്ളൂ, അങ്ങനത്തെ ഒരു ടൈപ്പ്. പിന്നെ ഞങ്ങൾ വരുന്ന വഴി സൈഡ് ഇങ്ങനെ ആൻറ്റിമാർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ വിൽക്കുന്നത് കണ്ടു കേട്ടോ ഗൈസ്. അപ്പം ഞാൻ ജസ്റ്റ് അങ്ങനെ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.